Hello guys, welcome back to You Dreams. നിങ്ങൾ സ്വന്തം വിഷ്വലായതിന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് കാനഡ സ്റ്റുഡൻറ്റ് വിസയാണ്. പലരും കാനഡയിലേക്ക് സ്വപ്നം കാണാറുണ്ട്. കാനഡയിൽ വർക്ക് പെർമിറ്റ്, പലരും എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഈസി വേ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റുഡൻറ്റ് വിസയാണ്. കാരണം എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ CR സ്കോർ കുറയുന്നത് കാത്തു നിൽക്കുന്ന പല ആൾക്കാരെയും നമുക്കറിയാം. പക്ഷേ ചിലവർ ഇതുവരും പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ വർക്ക് പെർമിറ്റ് കിട്ടാനും ഇല്ലെങ്കിൽ PR കിട്ടാനും ഏറ്റവും എളുപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ CR സ്കോറൊക്കെ കുറയുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് കുറയുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് സാധിക്കാറില്ല. അതേപോലെ 8,777 സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു 6.5 IELTS ഉണ്ടെങ്കിൽ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു PR എടുക്കുക എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആരെല്ലാം കാനഡ സ്വപ്നം കാണുന്നവർ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാനഡ സ്റ്റുഡൻറ്റ് വിസ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അതേപോലെ കൂട്ടുകാരെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അബ്രോഡ് പോയി പഠിച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തികച്ചും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലാൻഡ്, UK, യൂറോപ്യൻ കൺട്രീസായ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, അതേപോലെ തന്നെ ലിത്വാനിയ, ലാറ്റ്വിയ, സ്വീഡൻ, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡ്രീംസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ അസിസ്റ്റൻസ്, തേർഡ് പാർട്ടി ഫണ്ടിങ് അസിസ്റ്റൻസ്, ഇതെല്ലാം യു ഡ്രീംസ് ത്രൂ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കൺസൾട്ടൻസ് നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ഡ്രീംസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. യു ഡ്രീംസ് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാനഡയിലേക്ക് പോകാനുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കാനഡ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ ഒരു നല്ല കൺട്രിയാണ്. കാരണം നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ പലരുടെയും ഡ്രീമാണ് കാനഡയിൽ പോയി സെറ്റിൽ ആവുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കാനഡ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, കാനഡയിലേക്കൊരു വർക്ക് പെർമിറ്റ് ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ ത്രൂ മീൻസ് നമ്മൾ CRS ഒരു എക്സ്പ്രസ് എൻട്രി ത്രൂ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ RINP, PANP, അതൊക്കെ ത്രൂ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് നമുക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടാനും കാനഡയിലേക്ക് എത്തിച്ചേരാനും. പക്ഷേ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് വേ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് ഈസി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു 6.5 IELTS സ്കോർ ഉണ്ടെങ്കിൽ, ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ 3 years സ്റ്റേ ബാക്കോട് കൂടി കാനഡയിൽ പഠിക്കാൻ കഴിയും. കാനഡയിൽ പഠിക്കുന്ന ഗുണം, നമുക്ക് ഒരു PR ഒക്കെ എടുത്ത് സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏറ്റവും ബെസ്റ്റ് കാനഡ തന്നെയായിരിക്കും. കാനഡയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു PR-ഉം വർക്ക് പെർമിറ്റ് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാനഡ സ്വപ്നം കാണുന്നവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന് മുന്നേ എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം, കാനഡയിൽ എത്ര ഇൻടേക്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഏതൊക്കെ ഇൻടേക്സ് ആണെന്നുണ്ടെങ്കിൽ അറിയാം. ഒരു കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു കാനഡ എന്നൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ ഇൻടേക്സ് ഏതൊക്കെയാണ് മനസ്സിലാവേണ്ടത്. ആ ഇൻടേക്ക് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യണം. കൂടുതൽ റിസർച്ച് ചെയ്താലാണ് കാനഡയിലേക്ക് നമുക്കൊരു സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇൻടേക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന സെപ്റ്റംബർ ഇൻടേക്കാണ്. ഈ കാനഡയാണെങ്കിലും UK ആണെങ്കിലും സെപ്റ്റംബർ ഇൻടേക്കാണ് അവരുടെ മെയിൻ ഇൻടേക്ക്. സെപ്റ്റംബർ ഇൻടേക്ക് ഇല്ലെങ്കിൽ ഫാൾ ഇൻടേക്ക് എന്നാണ് കാനഡയിൽ പറയുന്നത്. ഈ ഇൻടേക്കിൽ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും സീറ്റ്സും എല്ലാം ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ ഇൻടേക്ക് അത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഇൻടേക്ക്. എല്ലാ കുട്ടികളും സെപ്റ്റംബർ ഇൻടേക്കിൽ പോകുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് ക്രിസ്മസ് ഈവൊക്കെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് പോകണമെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്ക് ആയിരിക്കും സ്യൂട്ടബിൾ. കാരണം നമുക്ക് സെപ്റ്റംബറിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ഈവ് നമുക്ക് കിട്ടും. 4 weeks നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ, മീൻസ് 40 hours വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടും. ഈ 2 ഇൻടേക്കാണുള്ളത്. അത് ജനുവരി ഇൻടേക്കും പിന്നെ മെയ് ഇൻടേക്കും. ജനുവരി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ വിൻ്റർ ഇൻടേക്കാണ്. ഈ ഇൻടേക്കിൽ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ക്ലോസ് ആയിരിക്കും. കുറച്ച് യൂണിവേഴ്സിറ്റീസും കോഴ്സുകളും മാത്രം അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻടേക്ക്
പലരും അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കിട്ടാറില്ല. കാരണം അവിടെ കോഴ്സസും യൂണിവേഴ്സിറ്റീസും കുറവായിരിക്കും. അതേപോലെ തന്നെ മെയ് ഇൻടേക്ക് മീൻസ് സമ്മർ ഇൻടേക്കാണ്. സമ്മർ ഇൻടേക്കിലും ഒരുപാട് കോളേജുകളും കോഴ്സുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കാണ് കാനഡയിൽ മെയിൻ ഇൻടേക്ക്. അപ്പോൾ ഇൻടേക്കുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു രാജ്യം സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഓഫേഴ്സ് തരുന്ന രാജ്യം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടിപ്പോയി. പക്ഷേ അവിടെ ഒരുപാട് ഡ്രോബാക്സും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു രാജ്യം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് റിസർച്ചാണ്. റിസർച്ച് ഉണ്ടെങ്കിലാണ് നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കണം. കാരണം ഒരുപാട് നാളുകൾ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്താലാണ് നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാനഡ എന്നുള്ളൊരു ഡ്രീം ഒരു മാക്സിമം ലെങ്തി പ്രോസസ്സാണ് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വിച്ച് കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യണം. വിച്ച് കോഴ്സ് ഫസ്റ്റ് പോയിന്റ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. നമുക്ക് കാനഡയിൽ നമ്മൾ ഇഷ്ടമുള്ള കോഴ്സുകൾ എടുക്കാം. അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ്. നമ്മളൊരു കോഴ്സ് ഇപ്പോൾ ബാച്ചിലേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സ്വിച്ച് ചെയ്യാം ഒരുപാട് കോഴ്സുകൾക്ക്. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കേണ്ടത് സ്കോപ്പ് ഓഫ് ആ കോഴ്സിൻ്റെ സ്കോപ്പ് ഇൻ കാനഡ. ഓക്കെ, സ്കോപ്പ് ഇൻ കാനഡയാണ് നമ്മൾ രണ്ടാമത്തെ നോക്കേണ്ടത്. അപ്പോൾ ഈ പോയിൻറ്റിനകത്ത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? അവിടെ സെറ്റിൽ ആവാനാണ്. കാനഡയിലേക്ക് പോകുന്നത് സെറ്റിൽ ആവാനാണല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്കോപ്പ് നമ്മുടെ ഈ കോഴ്സ് എടുക്കുന്നത് നമ്മുടെ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അവിടുത്തെ സ്കിൽഡ് ഷോർട്ടേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഇങ്ങനെ നോക്കിയിട്ട് കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഇതൊരു വർക്ക് റിലേറ്റഡ് മീൻസ് നമ്മൾ സ്കിൽ ഷോർട്ടേജിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഷോർട്ടേജ്. നമ്മൾ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് നമ്മൾ ജോബ് തരുന്നത്. അതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എത്രത്തോളം ജോബ്സ് അവൈലബിൾ ആണ്, കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. ഒരുപാട് നോമിനി പ്രോഗ്രാംസ് ഉണ്ട്, അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ടൊരു കോഴ്സ് ചൂസ് ചെയ്യുക. നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പോയിൻറ്റ് കോളേജസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജസ്. എല്ലാ കോളേജസിലും പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു PSW കിട്ടണമെന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് നമ്മളുടെ മുന്നേ പോയിട്ടുള്ള ഒരുപാട് പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവർ ഒരു കോളേജ് എടുത്ത് അവിടെ പോയപ്പോൾ അവിടെ PSW അവൈലബിൾ ആയില്ല, വീണ്ടും കോഴ്സ് സ്വിച്ച് ചെയ്ത് വേറെ കോളേജിൽ പോകേണ്ട ആവശ്യം വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ 1 ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ PSW അത്ര കിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. മിനിമം 2 ഇയേഴ്സ് കോഴ്സ് എടുത്താലാണ് PSW 3 ഇയേഴ്സ് കിട്ടുക. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോളേജ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ കാനഡേൻ്റെ CIC വെബ്സൈറ്റിനകത്തുണ്ട്. അവിടെ ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോളേജസ് ഉണ്ട്. അത് പ്രകാരമുള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ നോക്കാം. നമുക്ക് പോയിന്റിലേക്ക് വരാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ്. നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള കോഴ്സ് ചൂസ് ചെയ്യുക, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. യൂണിവേഴ്സിറ്റിയിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾക്ക് ഇത്ര ശതമാനം മാർക്ക് വേണം, IELTS 6.5 ആണെങ്കിൽ 7.5 ആണ്. അങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് അവരുടെ ഉണ്ടാവും. ഇപ്പോൾ വെബ്സൈറ്റിനകത്ത് കയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് IELTS ക്രൈറ്റീരിയാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മുടെ റിസർച്ചിൽ നമുക്ക് മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഫണ്ടിങ് ആണ്. നമ്മുടെ കപ്പാസിറ്റി അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അറിഞ്ഞ് പറ്റിയ രീതിയിലുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ ഇതിപ്പോൾ നമ്മൾ റിസർച്ചിൻ്റെ കാര്യമാണ് പറയുന്നത് പോയിൻറ്റ്സ്. ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് നമുക്ക് എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കാം. അതാണ് മെയിൻ അടുത്ത പോയിൻ്റ്. നമുക്ക് ലോൺ എടുക്കണോ, അല്ലെങ്കിൽ പേരൻസ് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ, മീൻസ് റിലേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ആകുമ്പോൾ ഈ കാര്യം റിസർച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിൻറ്റ്, ഹൗ ഈസ് ദ ലൊക്കേഷൻ ആൻഡ് അതേപോലെ തന്നെ ക്യാമ്പസ്. ഈ 2 പോയിൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. കാരണം നമ്മൾക്ക് പ്ലാൻ ഉണ്ടാവില്ല ഏത് ലൊക്കേഷനാണ്. ഇപ്പോൾ ടൊറൻറ്റോയിൽ പോയി പഠിക്കണോ, ഇല്ലെങ്കിൽ കുറച്ച് ഉള്ളേരിയകളിൽ പോയി പഠിക്കണോ എന്നൊക്കെ നമ്മളുടെ പ്ലാനുകൾ ഉണ്ടാവും. കാരണം ഒരു വർക്ക് പെർമിറ്റ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിസർച്ചിനകത്ത് നമ്മുടെ വർക്ക് സ്കോപ്പ്, നമ്മുടെ കോഴ്സിൻ്റെ സ്കോപ്പ് എവിടെയാണ് വരുന്നത് നോക്കണം. ആ ഏരിയയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വഴി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിസർച്ചാണ്. റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓരോ എലിജിബിലിറ്റീസ് ക്രൈറ്റീരിയാസ് ഉണ്ട് ഓരോ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമുക്ക് മെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻസി ടെസ്റ്റ്. അത് നമ്മൾ 2 തരത്തിൽ, നമുക്ക് കാനഡയിലേക്കാണെങ്കിൽ 2 തരത്തിലാണ്. ഒന്ന് നമുക്കറിയാവും, ഒന്ന് ഇംഗ്ലീഷും പിന്നെ അവിടെ ഫ്രഞ്ചും ആണ് കൂടുതലായിട്ടുള്ള ലാംഗ്വേജ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ IELTS നമുക്ക് ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണെങ്കിൽ IELTS, TOEFL ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രഞ്ച് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് TEF, TCF, അതേപോലെ തന്നെ DALF,
DELF ഇങ്ങനത്തെ പറഞ്ഞുള്ള കോഴ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ചെയ്യാൻ. ഒരു കാനഡയാണ് സ്വപ്നം എന്നുണ്ടെങ്കിൽ ഈ 2 ലാംഗ്വേജാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ ഒരു IELTS ഇംഗ്ലീഷ് പ്രൊഫഷൻസി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റീസൊക്കെ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്രൈറ്റീരിയ ടോഫിൽസിലാണെങ്കിൽ IELTS ആണെങ്കിൽ 6ഉം 5.5 വരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ടോഫിൽസിലാണെങ്കിൽ ഒരു 80 പോയിൻറ്റ്സ് വേണം. അതേപോലെ തന്നെ ജനറൽ ക്രൈറ്റീരിയ ആണെങ്കിൽ 6.5 IELTS വേണം. അതേപോലെ തന്നെ 6 മാക്സിമം 6 വരെ കുറയും. അതുപോലെ ടോഫിൽസിൽ 88 പോയിൻറ്റ്സും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ലെറ്ററാണ്. ഈ ലെറ്റേഴ്സ് നമുക്ക് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കോളേജസും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ CIC വെബ്സൈറ്റിനകത്ത് കയറുക. DLI മീൻസ് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതെന്നായിരിക്കണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി, ഇതിലൊരുപാട് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം നമുക്കൊരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്ന് ചൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3 years വരെയൊക്കെ PSW കിട്ടും. മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു കേസ്. അപ്പോൾ അങ്ങനത്തെ ഈ യൂണിവേഴ്സിറ്റിയിൽ പെടാത്ത യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ PSW ഒന്നും കിട്ടാതിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ DLIയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അതുപോലെ നമ്മുടെ പ്രോഗ്രാം, നമ്മൾ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നു അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ ഡേറ്റും, അത് തുടങ്ങുന്ന ഡേറ്റും കഴിയുന്ന ഡേറ്റും നിർബന്ധമായിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ചിലപ്പോൾ അത് മിസ്സാവാനുള്ള ചാൻസസ് അങ്ങനെ വളരെ റെയറാണ്, എങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മാത്രം ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. കാരണം നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മാത്രം അപ്ലൈ ചെയ്തിട്ടിരിക്കരുത്. നമുക്ക് കാനഡ എത്തണം എന്നുള്ള ഡ്രീം ആണെങ്കിൽ നമ്മളുടെ കോഴ്സ് മറ്റുള്ള കുറച്ച് യൂണിവേഴ്സിറ്റിയിലും കൂടി സെർച്ച് ചെയ്ത് വെക്കുക. DLI ലിസ്റ്റിൽ വരുന്നത് അവിടെയെല്ലാം അപ്ലൈ ചെയ്യുക. കാരണം ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ലെറ്റർ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിരിക്കണം. ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ്, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. നമ്മളിപ്പോൾ പ്രീവിയസ് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ട്രാൻസ്ക്രിപ്റ്റ് നിർബന്ധമാണ്. പിന്നെ രണ്ടാമത്തെ IELTS സ്കോർ, ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ്, SOP, CV, അതുപോലെ പാസ്പോർട്ട്, ഇതെല്ലാം നിർബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി അപ്ലൈ ചിലപ്പോൾ $100 ചിലവ് വരാം. പക്ഷേ കാനഡ എന്നൊരു സ്വപ്നം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ചിലവുകൾ നമ്മൾ മറന്നേ പറ്റൂ. കാരണം ഒരു യൂണിവേഴ്സിറ്റി മാത്രം അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ ഓഫർ ലെറ്റർ വന്നു എന്ന് വരില്ല. പോയിന്റ് നമ്മുടെ അവസാനിച്ചു, ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 4th പോയിൻ്റാണ് വിസ ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ലെറ്റർ കിട്ടിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, പക്ഷേ അത് വിസയല്ല. അത് നമ്മൾ വിസയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ ഒരു വിസ ആപ്ലിക്കേഷൻ VFS ത്രൂ നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾക്ക് വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു വിസ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ, വിസ കയ്യിൽ കിട്ടുള്ളൂ. ഡോക്യുമെൻറ്റ്സ് ഞാനെല്ലാം നമ്മുടെ വീഡിയോയിൽ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ അക്സെപ്റ്റൻസ് ലെറ്റർ വേണം, അതുപോലെ പാസ്പോർട്ട്, അഫിഡവിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, പിന്നെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ടെസ്റ്റ് റിപ്പോർട്ട് നിർബന്ധമായിട്ട് വേണ്ട. ബാക്കി കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നമ്മളെ സൈഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ചെയ്താണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴത്തെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇനി പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.